പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുട്ടികൾക്ക് വിശുദ്ധരുടെ പേരുകൾ ഇടേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇടിമിന്നൽ പോലെ വ്യാപരിക്കാൻ തക്കവണ്ണം എല്ലാവരും ഇപ്പോൾ ഉണരട്ടെ. ഈ കഴിഞ്ഞ നാളുകളിൽ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്കാണ് രോഗശാന്തികളും അത്ഭുതങ്ങളും കർത്താവ് വർഷിച്ചത്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തിരുവാർപ്പ് എന്ന സ്ഥലത്ത് നിന്ന് ജോർജ് എന്ന വ്യക്തിയാണ്, സിറിയക് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് എഴുതുന്നത്. ഈ കത്ത് എഴുതുന്നത് കോട്ടയത്തിന് സമീപത്തുള്ള തിരുവാർപ്പിൽ നിന്നും സിറിയക് ജോർജ്. ഞാൻ പതിവായി ഞായറാഴ്ചകളിൽ ഷാലോം ചാനലിലൂടെ വരുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാം 8:30 കാണുന്ന വ്യക്തിയാണ്. ഞാൻ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ യേശു എന്നെ സ്പർശിച്ചു. 52 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂക്കുപൊടി വലി എന്ന ആ ദുശീലം ഈശോ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പൊടി വലിക്കാതെ ഒരല്പസമയം പോലും കഴിക്കാൻ പറ്റാത്തത്ര അടിമയായിരുന്നു ഞാൻ. എന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഈശോ എന്നെ സ്പർശിച്ചു. അതിനുശേഷം ഇന്നുവരെ എനിക്ക് പൊടി വലിക്കാൻ തോന്നിയിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. തിരുവാർപ്പിൽ നിന്നും സിറിയക് ജോർജ് 52 വർഷത്തെ അടിമത്തം. ഒരല്പസമയം പോലും മൂക്കിപ്പൊടി വലിക്കാതെ അദ്ദേഹത്തിന് ഇരിക്കുന്നത് അത്ര രസകരമായ സംഗതിയായിരുന്നില്ല. എന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശുവേ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ജനലക്ഷങ്ങളോട് ചേർന്ന് നിലവിളിച്ചപ്പോൾ യേശുവിൻ്റെ അത്ഭുത സ്പർശനം സിറിയക് ജോർജ് ഇരുന്ന ഭവനത്തിൽ ആ ഇരിപ്പിടത്തിൽ ഈശോ നൽകി ആ മകനെ സുഖപ്പെടുത്തി. അതിൻ്റെ സാക്ഷ്യമാണ് ഈ ലെറ്ററിൽ അദ്ദേഹം എഴുതി അറിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സമയം അനേകരുടെ ശരീരങ്ങളിൽ നിന്ന് തിന്മകൾ ഇറങ്ങിപ്പോകുന്ന സമയമാണ്. അനേക കുടുംബങ്ങളിൽ നിന്ന് മന്ത്രവാദത്തിൻ്റെ ശക്തികൾ കെട്ട് നിർവീര്യമാകുന്ന സമയമാണ്. കുടുംബ വഴക്കിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കോട്ടകൾ തകരുന്ന സമയമാണിത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ ഇപ്പോൾ എല്ലാ കുടുംബങ്ങളുടെ മേലും പ്രവഹിക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങളുടെ നാമം ഇടപെടലുകൾ, അത്ഭുതങ്ങളുടെ ഇടപെടലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ കർത്താവേ. കുടുംബങ്ങളിൽ നിന്ന് എല്ലാ മാറാവ്യാധികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ.
സാംക്രമിക രോഗങ്ങളുടെ ആധിപത്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് തകർന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, കടബാധ്യതയാലും കുടുംബ വഴക്കിനാലും തമ്മിൽ സ്പർദ്ധ, അസൂയ, തമ്മിൽ യോജിപ്പില്ലായ്മ, വൈരാഗ്യം, പ്രതികാര ബുദ്ധി ഇവയുടെ പിടകളിൽ കഴിയുന്നവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വചനം കേൾക്കാൻ തടസ്സങ്ങൾ, വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തവർ, പല വിചാരങ്ങൾ പീഡിപ്പിക്കുന്നവർ, ഇപ്പോഴും വചനം കേൾക്കുമ്പോൾ മറുചിന്ത ഉണ്ടാകുന്നവർ, എതിർപ്പ്, വിമതചിന്ത, വികട സ്വഭാവം, ഇതിന് പിടിയിലമർന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കുട്ടികൾക്ക് വിശുദ്ധരുടെ പേരുകൾ ഇടുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒരു ദൈവ പൈതൽ അറിയണം. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം വലിയ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ജീവിതമാകാൻ ദൈവം വിശുദ്ധ ലിഖിതത്തിൽ ഒരുപാട് വഴികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അനുഗ്രഹമുള്ള പേരുകൾ വ്യക്തികൾക്ക് നൽകണം എന്നുള്ളത്. അനുഗ്രഹമുള്ള പേരുകളിൽ വ്യക്തികൾ വിളിക്കപ്പെടണം, അറിയപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു മലയാളി കുടുംബം, അവർ സഗിയോൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് കേട്ട് ഇവിടെ 5 ദിവസത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 10-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന് മലയാളം അധികമായി പിടിയില്ല, അവന് ഇംഗ്ലീഷ് മാത്രമാണ് പരിജ്ഞാനമുള്ളത്. എങ്കിലും മലയാളികളായ മാതാപിതാക്കന്മാരുടെ കൂട്ടത്തിൽ അവനും ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുകയാണ്. ആദ്യത്തെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയിലേക്ക് എത്തി. അവന് ഒരു അനുഭവവും കിട്ടുന്നില്ല. അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കൗൺസിലറുടെ അടുത്തേക്ക് ചെന്നു. കൗൺസിലർ അവനോട് പലതും പറഞ്ഞെങ്കിലും അവനൊന്നും അംഗീകരിക്കുന്നില്ല. അവൻ പലതിനെക്കുറിച്ച് മർക്കടമുഷ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മർക്കടമുഷ്ടി പറയുകയും അവനതിനെ എതിർ ചിന്തകളോട് ഇരിക്കുകയും ചെയ്യുമ്പോൾ കൗൺസിലർ പ്രാർത്ഥിച്ചപ്പോൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നതായി വെളിപ്പെട്ട് കിട്ടി. ഉടനെ ആ കൗൺസിലർ ഈ യുവാവിനോട് ചോദിച്ചു, അല്ലയോ യൗവനക്കാരാ, നിനക്ക് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനോട് എന്താണ് പ്രത്യേകമായ അടുപ്പമുള്ളത്? അവൻ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ പേര് കുര്യൻ എന്നാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി, ആ യുവാവ് ആ നിമിഷം, അപ്പോൾ ആ കൗൺസിലറോട് വീണ്ടും പല സന്ദേശങ്ങൾ കർത്താവ് കൊടുത്തു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ മധ്യസ്ഥത നടന്ന് ഒത്തിരി കാര്യങ്ങളെ വെളിപ്പെടുത്തി. അങ്ങനെ പിന്നെ ആ യുവാവിൻ്റെ ധ്യാനം വളരെ അനുഗ്രഹപൂർണ്ണ ധ്യാനമായി. വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ അവൻ അനുഭവം കൊണ്ട് നിറഞ്ഞ് അവൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ഭവനത്തിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ധ്യാനത്തിൻ്റെ ഗതി തിരിച്ചുവിട്ടൊരു സംഭവമാണ്. അവൻ്റെ അടുത്ത് നിന്ന് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന രംഗമാണ് അവന് വേണ്ടി കാണിച്ചു കൊടുത്തത്. പിന്നെ ഏതൊക്കെ വിഷയങ്ങളാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പ്രാർത്ഥിച്ച് വിടുവിക്കാൻ വേണ്ടി ഇടപെടുന്നതെന്ന് കൗൺസിലറോടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ തിന്മകളെല്ലാം ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ആ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഠിനമായ തകർച്ച ഏത് മേഖലയിലാണോ അനുഭവിക്കുന്നത്, കഠിനമായ ദുസ്വഭാവം ഏത് മേഖലയിലാണ് ഒരു വ്യക്തിയെ ബന്ധിച്ചിട്ടിരിക്കുന്നത്, എവിടെയാണ് ഒരു വ്യക്തിയുടെ സമാധാനം തകരുന്നത്, ആ മേഖലയ്ക്ക് വേണ്ടി ആരും പറഞ്ഞില്ലെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായൊരു കൂട്ടായ്മയാണ് വിശുദ്ധരുടെ. ആരുടെ പേരാണോ അവൻ വിളിക്കപ്പെടുന്നത്, ആ വിശുദ്ധൻ്റെ കൂട്ടായ്മ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്തിന് ഒരു വിശുദ്ധൻ്റെ പേരിട്ടാൽ ആ സ്ഥലത്ത്, ആ പരിസരത്ത്, ആ സ്ഥലത്ത് ആ വിശുദ്ധൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരിക്കും. ഒരു കെട്ടിടത്തിനൊരു വിശുദ്ധൻ്റെ പേരിട്ടാൽ ആ കെട്ടിടത്തിനോടും അതിൻ്റെ പരിസരത്തോടും ബന്ധപ്പെട്ട് ആ വിശുദ്ധൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഒരു ഇടവകയ്ക്ക് ഒരു വിശുദ്ധൻ്റെ പേരിടുമ്പോൾ ആ ഇടവകയിൽ ആ വിശുദ്ധൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ, ഒരു ക്രിസ്തീയ സഭ, ഏതെങ്കിലും ഒരു സഭ ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ അതിന് ക്രിസ്തീയമായ പേരുകൾ ഇടണം, അതിന് വിശുദ്ധരുടെ പേരുകൾ ഇടണം, അതിന്
ബൈബിൾ പ്രകാരമുള്ള ദൈവികമായ പേരുകൾ ഇടണം. നമുക്ക് തോന്നിയതും കൾച്ചറിന് ചേർന്നതുമായ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പ്രവാചകന്മാർ വഴിയും നമ്മുടെ സഭാപിതാക്കന്മാർ വഴിയും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികൾ വിട്ടുപേക്ഷിച്ച് ഇന്നത്തെ ഓരോ മോഡേൺ ചിന്തയാണെന്ന് പറഞ്ഞ് ഓരോ തോന്നിവാസങ്ങൾക്ക് നിങ്ങൾ ചൂട്ടുപിടിക്കരുതെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലഘട്ടത്തിൻ്റെയും ഓരോ ചിന്തയുടെയും അടിമത്തത്തിൽ പോയി പ്രവാചകന്മാരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈടുറ്റ ശീലങ്ങൾ നാം കളഞ്ഞു കുളിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഫ്രാൻസിസ് തോട്ടങ്കര എന്ന് പറഞ്ഞ അച്ഛൻ അതിശക്തമായി ഒരു സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു വിശുദ്ധയായ ഒരു വ്യക്തി, വളരെ വിശുദ്ധി ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു 10-18 വയസ്സുള്ള ഒരു കുട്ടി ആ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, അച്ഛൻ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ അല്ല ഞാൻ കണ്ടത്. അച്ഛൻ സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഫ്രാൻസിസ് സേവ്യർ നിൽക്കുന്ന കാഴ്ചയാണ് ഈ ഒരു 2 മണിക്കൂർ നേരം ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എന്താ അതിൻ്റെ കാരണം? ആ അച്ഛൻ്റെ പേരിന് കാരണം വിശുദ്ധൻ ഫ്രാൻസിസ് സേവ്യർ ആണ്. ആ അച്ഛൻ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സാന്നിധ്യം ആ സ്റ്റേജിൽ കൽപ്പിച്ചനുവദിച്ച് നമ്മുടെ ദൈവം കൽപ്പിച്ചനുവദിച്ച് നൽകി. ആ വിശുദ്ധന്റെ മധ്യസ്ഥം ആ സമൂഹത്തിനും ആ ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്കും പ്രത്യേകമായി ലഭിച്ച് ഒരുപാട് മാനസാന്തരങ്ങൾ, ഒരുപാട് അനുതാപം, ഒരുപാട് പശ്ചാത്താപം, സഭയ്ക്ക് ഉണർവ് ആ ശുശ്രൂഷയിലൂടെ സംഭവിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പേരിന് നമുക്കൊരു വിശുദ്ധൻ്റെ പേരിട്ടാൽ ആ വിശുദ്ധൻ്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യവും പ്രത്യേകമായ ഒരു മധ്യസ്ഥവും ആ വ്യക്തിക്ക് ലഭിക്കും. ഇത് നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ അനുഭവമാണിത്. ഇത് പാരമ്പര്യമായ സഭയുടെ അനുഭവമാണിത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇനി ബൈബിളിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം, ദൈവം തൻ്റെ സ്നേഹിതനായി തെരഞ്ഞെടുത്ത അബ്രാം എന്നൊരുവനെ ദൈവം തൻ്റെ സ്നേഹിതനായി കണ്ട് താൻ രൂപം കൊടുക്കാതിരുന്ന മുഴുവൻ ജനതതികൾക്കും ആദ്യ പിതാവായി ദൈവം, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പിതാവായി, ഉടമ്പടി ജനത്തിൻ്റെ പിതാവായി ദൈവം അബ്രാം എന്നൊരു വ്യക്തിയെ വിളിച്ച്, അങ്ങനെ അദ്ദേഹത്തെ കുറച്ചുനാൾ കൂടെ കൊണ്ടുവന്നെല്ലാം പരിശീലിപ്പിച്ച് അബ്രാഹത്തോട് അതീവ ശ്രേഷ്ഠമായ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ദൈവം ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. ദൈവം അബ്രാം എന്നുള്ള പേര് അങ്ങോട്ട് പറിച്ചു മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് ദൈവം അനുഗ്രഹമുള്ളൊരു പേര് കൊടുത്ത്, എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, ഇനിമേൽ നീ അബ്രാം എന്നായിരിക്കുകയില്ല, അബ്രാഹം എന്ന് വിളിക്കപ്പെടും. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം അതിൽ 5-ാം തിരുലിഖിതം. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും, ഇതാ നീയുമായി എൻ്റെ ഉടമ്പടി, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും, ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു നിർബന്ധമുണ്ട്, അനുഗ്രഹമില്ലാത്ത പേര് നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്ക് ഉയർച്ചയ്ക്ക് കാരണമാകാത്തൊരു പേര് നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ പേരിൻ്റെ കാര്യത്തിൽ ദൈവം വളരെ ശ്രദ്ധാലുവാണ്. നല്ല പേര് വേണം, അനുഗ്രഹമുള്ള പേര് വേണം, ഐശ്വര്യമുള്ള പേര് വേണം, ഉയർച്ചയിലേക്ക് നയിക്കുന്ന പേര് വേണം, സംരക്ഷണം തരുന്ന പേര് വേണം. ഇത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു നിർബന്ധമാണ്. ദൈവത്തിന് ആ നിർബന്ധം ഉള്ളത് കൊണ്ടാണ് അബ്രാം എന്നുള്ള പേര് ദൈവം അങ്ങനെ എടുത്തു കളഞ്ഞത്. എന്നിട്ട് അബ്രാഹം എന്ന് ദൈവം പേരിട്ട്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം, ദൈവം അബ്രാഹത്തോട് വളരെ കർശനമായി സംസാരിക്കുന്ന രംഗമാണ്. ഉൽപ്പത്തി 17-ാം അധ്യായം 15-ാം വാക്യം, ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ ഭാര്യയെ ഇനിമേൽ നീ സാറായി എന്ന് വിളിക്കരുത്. പിന്നെന്ത് വിളിക്കണം? അതും പറഞ്ഞു കൊടുത്ത്, ഇനിമേൽ നീ അവളെ സാറ എന്ന് വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉൽപ്പത്തി 17-15. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്. നോക്ക്, അത് കൃത്യം പറഞ്ഞു കൊടുക്കുക. സാറായി എന്നല്ല വിളിക്കേണ്ടത്. പിന്നെ എന്ത് വിളിക്കണം? അവളുടെ പേര് സാറ എന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ആവശ്യമുള്ള അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യമുണ്ട്. ദൈവം എന്താ വെറുതെ തമാശ കളിക്കുക?
ഇത് പ്രസക്തമായ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവം, അനന്തജ്ഞാന സ്വരൂപിയായ ദൈവം ഇത്രയും ശ്രദ്ധ ഈ ഒരു കാര്യത്തിന് കൊടുക്കേണ്ടി വരണത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. സർവജ്ഞാനിയും സർവശക്തനായ ദൈവം ഇതൊരു പ്രസക്തമായ കാര്യമല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇത്രയും സമയവും ഇത്ര ഊർജവും കളയേണ്ട കാര്യമെന്ത്? ഈ ബൈബിൾ ഇത്രയും വചനങ്ങൾ ഈ ഒരു പേരിന്റെ പേരിൽ എഴുതി വെക്കേണ്ട കാര്യമെന്ത്? ഇതിനത് കാര്യമുണ്ട്. നല്ല പേര്, അനുഗ്രഹമുള്ള പേര്, ദൈവത്തിൻ്റെ അംഗീകാരമുള്ള പേര് വേണം ദൈവത്തിൻ്റെ ഒരു മകനിടാൻ. തോന്നിയ പേരിടരുത്, തോന്നിയത് വിളിക്കരുത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു കുട്ടിയോട് പേര് ചോദിച്ച് അവൻ പറയുകയാണ്, ഒരു ചമ്മലോടെ ആണെങ്കിൽ അവൻ പറയുകയാണ്, എൻ്റെ പേര് ബാജിയോ. അപ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവരൊരു ചെറിയ ചമ്പലോടെ പറയുകയാണ്, അച്ഛാ ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ്, എൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധനാ പാത്രമാണ് ഇറ്റാലിയൻ ഫുട്ബോൾക്കാരൻ. അപ്പോൾ ആ ഫുട്ബോൾ കളിക്കാരൻ്റെ പേരാണ് എൻ്റെ മോനിട്ടിരിക്കുന്നത്. ഫുട്ബോൾ കളി നടക്കുന്ന സമയത്താണ് ഇവരുണ്ടായത്, അതുകൊണ്ട് ആ പേര് ഞാൻ ഇട്ടെന്ന് പറയും. വേറൊരു കുട്ടിയോട് പറഞ്ഞു അതിൻ്റെ പേരാണ് നൈജി. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നൈജീരിയയിൽ വെച്ചുണ്ടായത്, നൈജീരിയയോടുള്ള സ്നേഹം കൊണ്ടൊരു പേരാണ് നൈജി. പ്രിയപ്പെട്ട സഹോദരി, ഈ അടുത്ത കാലത്ത് കുറേ കുട്ടികൾക്ക് പേരിട്ടിരുന്നു ഒബാമ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഈ ഒരു തരംഗത്തിൽ വന്ന് അതങ്ങോട്ട് കയറി അതങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരാധനാപാത്രങ്ങളുടെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തിൻ്റെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയുടെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങളുടെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ തരത്തിലുള്ള താരങ്ങളുടെ പേര് അപ്ലൈ ചെയ്ത് കൊണ്ടു നടക്കാനുള്ള ഇടമല്ല നമുക്ക് ജനിക്കുന്ന മക്കൾ. നമ്മുടെ മക്കൾക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജനിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള നല്ല പേരുകൾ ഇടണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. യാക്കോബിനോട് ദൈവം ഇടപെട്ട് സംസാരിക്കുന്ന രംഗം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ കാണാം. ദൈവത്തിൻ്റെ അതിശക്തനായ ദൂതൻ യാക്കോബിൻ്റെ സമീപത്തേക്ക് വന്നു. ഒരു വലിയ ദൈവിക സാന്നിധ്യം യാക്കോബിൻ്റെ സമീപത്തെത്തി. യാക്കോബും ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി രാത്രി മുഴുവൻ ഇടപഴകി. അതിനുശേഷം നേരം വെളുക്കാറായപ്പോൾ യബോക്ക് നദിക്കരയിൽ വെച്ച് ദൈവം യാക്കോബിനോട് പറയുന്ന വാക്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. അപ്പോൾ അവൻ പറഞ്ഞ്, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. യാക്കോബ് എന്ന പേര് പറിച്ചു മാറ്റി ഇസ്രായേൽ എന്ന പേര് ഇൻസ്റ്റാൾ ചെയ്ത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകത്തിൽ 65-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, തൻ്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും, അനുഗ്രഹമുള്ള പേര് നൽകും, ദൈവകൃപ വിളിച്ചു വരുത്തുന്ന പേര് നൽകും, വിശുദ്ധിയുടെ പേര് നൽകും, ദൈവിക സാന്നിധ്യത്തെ വിളിച്ചിറക്കുന്ന നാമം നൽകും. ഹല്ലേലൂയ. യെശയ്യാ 65:15, തൻ്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു നാമം നൽകും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേപ്പായെ, ശിമയോനെ യേശു ക്രിസ്തു വിളിക്കുമ്പോൾ യേശു ക്രിസ്തു ശിമയോന് ഒരു പുതിയ പേര് നൽകി. ശിമയോനോട് പറഞ്ഞു, നീ ഇനിമേൽ പത്രോസ് എന്ന പേരിൽ അറിയപ്പെടും. യെശയ്യാ 62:2, കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ഉപേക്ഷിച്ച്, തിന്മ ഉപേക്ഷിച്ച്, അകൃത്യം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പ്രിയനായി മാറുമ്പോൾ ദൈവം ആദ്യം തന്നെ കീടബാധ നിറഞ്ഞ പേരുകളെല്ലാം എടുത്തു മാറ്റും. അനുഗ്രഹമുള്ള പേര് ദൈവം നൽകും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. യെശയ്യാ 62-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു വ്യക്തി മരിച്ച് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ വെച്ചും ദൈവം ഒരു പുതിയ പേര് കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തലുണ്ട്. അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും, അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും, അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. ഹല്ലേലൂയ. ഒരു പുതിയ പേര്, ഒരു വെള്ളക്കല്ല്, അതിലൊരു പുതിയ പേര് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോലും ദൈവം പേരിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്.
സ്വർഗത്തിൽ പോലും നല്ലൊരു പേര് എനിക്ക് നിങ്ങൾക്ക് വേണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരു അനുഗ്രഹമുള്ള പേര് വേണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിലേക്കുള്ള യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മാതാവിന് മുമ്പിൽ അറിയിക്കുമ്പോൾ, ഗബ്രിയേൽ മാലാഖ മാതാവ് തിരിച്ചൊരു വാക്ക് പറയാൻ ഇടം വരുന്നതിന് മുമ്പ് ആദ്യം ചാടിക്കേറി അവകാശപ്പെടുന്ന ഒരു അവകാശം പേരിനെ കുറിച്ചാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഇത് നിർബന്ധമായും ദൈവം എടുത്തിരിക്കുകയാണ് ആ സ്ഥാനം, ആ അവകാശം. യോസേപ്പ് പിതാവിനോട് ഒരു നല്ല പേരിട്ടോളാൻ പറഞ്ഞില്ല, മാതാവിനോട് നല്ല പേര് കണ്ടുപിടിച്ചിട്ടോളാൻ പറഞ്ഞില്ല, പേരെന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ല. ഈ സകല സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും ഉടയവൻ, സകല മനുഷ്യരുടെ ഉടയവൻ, പിതാവിൻ്റെ ഏകജാതൻ, പിതാവിന് സമനായിരിക്കുന്നവൻ, എല്ലാറ്റിൻ്റെയും അധിപതിയായ ദൈവം പോലും, ദൈവത്തിൻ്റെ പുത്രന് പോലും ഒരു നല്ല പേര് വേണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും പേരിൽ എൻ്റെ പുത്രൻ അറിയപ്പെട്ടാൽ മതി എന്നായിരുന്നില്ല പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് പിതാവായ ദൈവം ആദ്യം കയറി ആ അവകാശം എടുക്കുകയാണ്. പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? യോസേപ്പ് പിതാവിന് വെളിപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണ്? അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിടാമോ? യേശു എന്ന് പേരിടുന്നത് നല്ലതായിരിക്കും. യേശു എന്ന് പേരിട്ടാൽ അത് ഒത്തിരി നന്മയുണ്ടാക്കും. ഇങ്ങനെയുള്ള സജഷൻസ് അല്ല കൊടുക്കുന്നത്. ഇതൊരു കമാൻഡ്മെന്റ് തന്നെയാണ്. ഇതൊരു ഒരു 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 നിർദ്ദേശം തന്നെയാണ്. നീ അവന് യേശു എന്ന് പേരിടണം. മറ്റൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കാത്ത വിധം കണിശമായി ആ കാര്യത്തെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ച് അതങ്ങോട്ട് ക്ലോസ് ചെയ്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ പേരിനെ കുറിച്ച് പിതാവിന് നിർബന്ധം ഉണ്ടായിരുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ സക്കറിയ പ്രവാചകനും എലിസബത്ത് പുണ്യവതിയും സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് സ്വീകരിക്കുകയാണ്. സക്കറിയ പ്രവാചകൻ ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ബലിപീഠത്തിങ്കൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവദൂതനെ കണ്ടപ്പോൾ സക്കറിയ പ്രവാചകൻ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്ത്. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ സംസാരിച്ച്. അതാണ് ലൂക്ക 1-ാം അധ്യായം 13-ാം വാക്യം. ദൂതൻ അവനോട് പറഞ്ഞ്, സക്കറിയ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന് പേരിടാമോ എന്ന് ചോദിച്ചില്ല. യോഹന്നാൻ എന്ന് പേരിടുന്നത് നല്ലതായിരിക്കും എന്നല്ല പറഞ്ഞത്. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇത് സ്വർഗത്തിൽ നിന്നുള്ള നിർദ്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ആ അവകാശം സക്കറിയായിക്ക് കൊടുത്തില്ല. ആ അവകാശം എലിസബത്തിന് കൊടുത്തില്ല. ആ അവകാശം ഭൂമിക്ക് കൊടുത്തില്ല. അത് സ്വർഗം തന്നെ കൈകാര്യം ചെയ്തു. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഒരു നല്ല പേരായിരിക്കണമെന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 59 മുതൽ 64 വരെ വാക്യങ്ങൾ. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞ്, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ച് അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ട് തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവം ദൈവം അറിഞ്ഞു നടന്ന സംഭവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ബന്ധുക്കൾക്ക് വേറൊരു പേരിടാനായിരുന്നു ആഗ്രഹം. എന്നാൽ ദൈവം സമ്മതിച്ചില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? സമ്മതിച്ചില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ദൈവം പറഞ്ഞ പേര് തന്നെ ഇടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭവനത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ നൽകുമ്പോൾ, ദൈവം ഈ ലോകത്തിൽ ഒരു ജീവിതത്തിന് ജന്മം നൽകുമ്പോൾ, ആ വ്യക്തിയുടെ മേൽ അനുഗ്രഹമുള്ളൊരു പേര് വേണം. ആ വ്യക്തിയുടെ മേൽ ദൈവകൃപ വിളിച്ചു വരുത്തുന്ന,
സ്വർഗത്തിൻ്റെ സാന്നിധ്യം വിളിച്ചു വരുത്തുന്ന, സ്വർഗത്തോട് ബന്ധിപ്പിക്കുന്ന ഒരു പേര് തന്നെ വേണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ബോഷ്ക്ക് ചിന്ത അനുസരിച്ച് നാം തോന്നിയാസം പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ കുഞ്ഞിന് പേരിടാൻ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇന്ന് എത്രയോ കുടുംബങ്ങളിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള പേരുകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ ദാസീദാസന്മാരുടെ പേരുകൾ, വിശുദ്ധരുടെ പേരുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ കൊടുക്കുന്ന കുടുംബങ്ങൾ ഇന്നുണ്ട്. പല കുടുംബങ്ങളിലും പ്രവാചകന്മാരുടെ പേരുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് അഭിമാനം കൊള്ളുന്നു. ജോയേലെന്നും ജെറമിയയെന്നും ദാനിയേലെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള പേരുകൾ കൊടുക്കുന്നതിൽ കുടുംബങ്ങളിൽ നിന്ന് അഭിമാനം കൊള്ളുന്നു. തോമാച്ചനെന്നും കറിയാച്ചനെന്നും കുട്ടിച്ചനെന്നും ഒക്കെ അനുഗ്രഹമുള്ള പേരുകൾ കൊടുക്കുന്നതിൽ, സ്ത്രീകന്മാരുടെ പേരുകൾ കൊടുക്കുന്നതിൽ ഇന്ന് കുടുംബങ്ങൾ അഭിമാനം കൊള്ളുന്നു. സെബസ്ത്യാനോസ് എന്നും ഗീവർഗീസ് എന്നും അതുപോലുള്ള ഒരുപാട് അന്തോനീസ് എന്നും ഒരുപാട് ശ്രേഷ്ഠരായ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ പേരുകൾ കൊടുക്കുന്നതിൽ ഇന്ന് കുടുംബങ്ങൾ അഭിമാനം കൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, വ്യക്തികൾ, ഇങ്ങനെയുള്ള മേഖല ഓരോ സംഗതികൾക്കും വിശുദ്ധരുടെ പേരുകൾ കൊടുക്കുന്നതിന് പ്രസക്തിയുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, കാലഘട്ടത്തിൻ്റെ ഓരോ തോന്നലുകൾ അനുസരിച്ച്, ഓരോ തരത്തിലുള്ള കൾച്ചറിൻ്റെ സ്വാധീനം അനുസരിച്ച് ദൈവവചനപ്രകാരമുള്ള രീതികളും ശീലങ്ങളും കുടുംബങ്ങളിൽ നിന്ന് അറ്റുപോകാതിരിക്കാൻ തക്കവണ്ണം മാതാപിതാക്കന്മാരുടെ മേൽ, കുടുംബാംഗങ്ങളുടെ മേൽ, പുതുതലമുറയുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിക്കണമേ. സഭാപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ആത്മീയ മൂല്യങ്ങളെ സ്വീകരിക്കാൻ ഓ കർത്താവേ, ഹൃദയത്തിൻ്റെ പടിവാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്ന കുടുംബങ്ങളുടെ പടിവാതിലുകൾ തുറന്ന് കുടുംബങ്ങളിൽ ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ മാർഗത്തിൽ നടന്ന് ശക്തി പ്രാപിക്കാനുള്ള ആഗ്രഹങ്ങൾ കുടുംബങ്ങളിൽ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നിരിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. പീഡകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ സ്പർശിക്കണമേ. പൈശാചിക പീഡ അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ വിടിവിക്കണമേ കർത്താവേ. ഏതെങ്കിലും മകൻ്റെ മേലോ മകളുടെ മേലോ ദുർപീഡകളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങളുണ്ടെങ്കിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എതിർപ്പിൻ്റെയും മല്ലടിക്കുന്നതിൻ്റെയും എപ്പോഴും വിമർശിക്കുന്നതിൻ്റെയും പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും കഠിന പീഡകൾ അനുഭവിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ രൂപനായ ഈശോ ഈ നിമിഷങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലേക്ക് സൗഖ്യമായി അത്ഭുതകരമായ വിടുതലായി വ്യാപരിക്കട്ടെ. തകർന്ന ഹൃദയങ്ങൾ യേശുവിനെ വിളിക്കുക. ഓരോ തരത്തിൽ കഠിന സങ്കടങ്ങളുടെ പിടിയിലിരിക്കുന്നവർ ഇപ്പോൾ കർത്താവായ യേശുവിനെ വിളിക്കുക. ബാലികാ ബാലന്മാർ യേശുവിനെ വിളിക്കട്ടെ. മാതാപിതാക്കന്മാർ യേശുവിനെ വിളിക്കട്ടെ. കുടുംബങ്ങൾ യേശുവിനെ വിളിക്കട്ടെ. ലക്ഷക്കണക്കിനുള്ള ദൈവമക്കളോട് ചേർന്ന്, ലോകമെമ്പാടും ഇപ്പോൾ കർത്താവിനെ നോക്കി വിളിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കളോട് ചേർന്ന് കൂട്ടായ്മയിൽ കർത്താവിനെ ആരാധിക്കട്ടെ. ഓ കർത്താവെ, അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇപ്പോൾ അവിടുന്ന് അത്ഭുതങ്ങളുടെ കർത്താവായി വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. കുടുംബങ്ങളിൽ ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ. അന്ധകാര ശക്തി തകർന്നു പോകട്ടെ കർത്താവെ. ദുർപീഡകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണമേ കർത്താവെ. പഠിക്കാനുള്ള കൃപകൾ നൽകണമേ. ഓർമ്മശക്തി നൽകണമേ കർത്താവെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ